മുസ്ലിം ലീഗിന്റെ നിലപാടിന്റെ വിജയം കൂടിയാണ്. അങ്ങനെ നിലപാടിന്റെ വിജയമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ വികാരവും അതുപോലെ ഒരു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു തീരുമാനമാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായം എന്നുള്ളത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല. പാണക്കാട് മുനവ്വർ അലി ശിഹാബ് ഇപ്പോൾ മീഡിയ മണ്ഡപം ചേരുകയാണ്. ജനഹിതം മാനിച്ചുകൊണ്ടുള്ള ഒരു വിധിയായി അല്ലെങ്കിൽ തീരുമാനമായി എന്ന് തോന്നുന്നുണ്ടല്ലേ? ജനഹിതവും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് എല്ലാ ഫാക്ടുകളും അനാലിസിസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കേരളത്തിലെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് മുതിർന്ന നേതാക്കൾ, മുൻ KPCC പ്രസിഡന്റുമാർ അവരെയൊക്കെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് കേരളത്തിലെ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസൃതമായ രീതിയിലുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതൊരിക്കലും അങ്ങനെ ഒരു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അതിലുണ്ട്. എല്ലാ ഫാക്ടറികളും ഒരുമിച്ച് കൂട്ടി ഒരു കൂട്ടായ്മ തീരുമാനമാണ് AICC എടുത്തിട്ടുള്ളത്. 10 ദിവസം നീണ്ടു നിന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെ നീണ്ടുപോയുള്ള അമർശമൊക്കെ ഇവിടെ അവസാനിക്കും. അത് ജനങ്ങൾക്ക് സ്വാഭാവികമായി ഒരു നിരാശ ഉണ്ടാവും. കാരണം ഇത്രയും നീണ്ടുപോയി. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് മുൻകാലങ്ങളിലൊക്കെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സുകൾ നടത്താൻ ഒരുപക്ഷെ സമയം വേണ്ടി വരും. നമ്മൾ വൈകിയിട്ടില്ല. ആ ഒരു സമയത്ത് തന്നെ വ്യക്തമായ ഒരു അനാലിസിസ് ചെയ്തുകൊണ്ട് നല്ല തീരുമാനം പാർട്ടിക്ക് കോൺഗ്രസിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ നിലപാടിന്റെ വിജയം കൂടിയാണ്. അങ്ങനെ നിലപാടിന്റെ വിജയമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ വികാരവും അതുപോലെ ഒരു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു തീരുമാനമാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായം എന്നുള്ളത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല. എല്ലാ ഘടകകക്ഷികളോടും ചോദിച്ചേട്ടാ. ഘടകകക്ഷി ചോദിക്കുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ജനവികാരത്തെക്കുറിച്ചുള്ള ഒരു പോളിസികൾ പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഈ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനങ്ങളും പലയിടങ്ങളിലും വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് സ്വാഭാവികമാണ്. ഇത് എല്ലാ അവസാനത്തിലും മുസ്ലിം ലീഗ് പറയുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട്. അതിനൊക്കെ ജനങ്ങൾ ആ രീതിയിലേ കാണുകയുള്ളൂ. അത് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയോ വിലയോ ഒന്നും കൽപ്പിക്കില്ല. മുസ്ലിം ലീഗ് ഭരണം കൈയാളാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രൊഫഷൻ. അല്ല, അതൊക്കെ സ്വാഭാവികം. മുസ്ലിം ലീഗ് കൈയാളിയപ്പോൾ മുസ്ലിം ലീഗ് ഭരണം കാഴ്ചവെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഭാരം കിട്ടിയ ആളുകൾ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ മൈനോറിറ്റി ക്രിസ്ത്യൻസ്, ഇവിടുത്തെ ദളിത് സമൂഹം, അവർക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള പുരോഗതി കൊണ്ടുവരാനൊക്കെ മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭ ഉണ്ടായപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രമാണ്. ഏതായാലും ഇനി പ്രഖ്യാപിച്ചു. ഇനി മന്ത്രിസ്ഥാനത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന് സമയമെടുത്ത് നേതാക്കൾ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കും. നേരത്തെ ചോദിച്ച പോലെ യൂത്ത് ലീഗിൽ അതും സമയം അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇപ്പം അർഹമായൊരു തീരുമാനം വന്നിരിക്കുന്നു. VD മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇനി മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. പാണക്കാട് നിന്ന് അൻഡ്രു പിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.